ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ചേർക്കുന്നത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ. 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫുഡ് കളറൊക്കെ ആഡാക്കണേക്കാട്ടി നല്ലത് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ജീരകമാണ്. എള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് ഈ ബാറ്റിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ആദ്യം ഒന്ന് സ്പൂണിട്ടൊന്ന് മൊത്തത്തിൽ ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ കൈയിട്ടൊന്ന് വൃത്തിയായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ലതുപോലെ കൈയിട്ട് ഇളക്കി ഉടച്ചെടുക്കുമ്പോഴത്തേക്കാണ് ബാറ്റ് നല്ല പരുവത്തിൽ കിട്ടുന്നത്. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ ബാറ്ററി പഴത്തിൽ പിടിക്കില്ല. വെള്ളം കൂടിപ്പോയാൽ, അതേപോലെ തന്നെ കട്ടി കൂടിപ്പോയാലും കുഴപ്പമാണ്. പിന്നെ നമുക്ക് കഴിക്കുമ്പം പഴത്തിനെയും കാട്ടി മാവിൻ്റെ ആ ഒരു ഇതായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പരുവത്തിൽ തന്നെ റെഡിയാക്കി എടുക്കണം. കൈയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് ആ മാവ് നല്ലൊരു മയത്തിൽ കിട്ടുകയും ചെയ്യും. അതേപോലെ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും കേട്ടോ. സ്പൂണിട്ട് ഇളക്കണേക്കാട്ട് നമ്മൾ കൈയിട്ട് ഇളക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മാവ് പരുവത്തിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഏത്തയ്ക്കാപ്പഴത്തിൻ്റെ പാകത്തിന് മുറിച്ചെടുക്കാം. വലിയ പഴമാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിന് നീളത്തിന് കീറിയെടുത്താൽ മതി. അധികം കട്ടിയില്ലാതെ കീറിയെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളുവശമൊക്കെ വെന്ത് നല്ല പരുവത്തിൽ നമുക്ക് കിട്ടും. എല്ലാ പഴവും ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഏത്തയ്ക്കപ്പം പൊരിച്ചെടുക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബാറ്ററി മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പഴം ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഏത്തയ്ക്കാപ്പം. അപ്പോൾ പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത് കേട്ടോ. പഴംപൊരി എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത്തയ്ക്കാപ്പം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട്
മറ്റേ വശവും കൂടി വേവിച്ചെടുത്തതിന് ശേഷം കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമുക്കെല്ലാം ഒന്ന് ഇതേപോലെ മുക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു കട്ടൻ ചായയും കൂടി വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്ത്, ഇപ്പോൾ എന്തൊക്കെയാലും മഴ സീസൺ ആയിക്കഴിഞ്ഞു, ഇനി നമുക്ക് മഴ സമയത്തൊക്കെ ഒരു കട്ടനും കൂടി ഇട്ടിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഈ കോൺഫ്ലവർ കൊണ്ട് ഉള്ളപ്പോഴത്തേക്ക് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല മൊരുമൊരാ തന്നെ ഇരിക്കും. അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്താലും മതി. അതേപോലെ ഗോതമ്പ് മാവിന് പകരം മൈദമാവ് യൂസ് ചെയ്താലും നന്നായിരിക്കും. വീട്ടിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ഏത്തപ്പഴം കറുത്ത് പോയാൽ കഴിക്കാൻ വലിയ മടിയായിരിക്കും അല്ലേ? അപ്പോൾ അവർക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ അത് കഴിക്കും. നല്ല പരുവത്തിൽ തന്നെ നമ്മൾ ഏത്തയ്ക്കപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. നിങ്ങളുടെ നാട്ടിലേക്ക് പഴംപൊരി എന്നാണോ അതോ ഏത്തയ്ക്കപ്പം എന്നാണോ വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അതും കൂടി പറയാം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ഇത് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു കട്ടനിലോട്ട് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.